നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടിട്ടും രക്ഷയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് അനുമതിയില്ല. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനമാണ് പിണറായിയും സംഘവും പദ്ധതിയിട്ടിരുന്നത്. അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് വിദേശകാര്യ മന്ത്രാലയം കൈമാറി. ഒക്ടോബർ 16 വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തുടങ്ങാനായിരുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം. ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, അബുദാബി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. മന്ത്രി സജി ചെറിയാനും സംഘത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനമെന്നാണ് വിവരം. മലയാള മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ്, ദമാം, ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാള ഉത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കുമെന്നായിരുന്നു അറിയിപ്പ്. 17 ദമാമിലും 18 ജിദ്ദയിലും 19 റിയാദിലുമായിരുന്നു പരിപാടികൾ. 3 നഗരങ്ങളിലും പരിപാടിയുടെ ഒരു വിജയത്തിനായി പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിക്കുമെന്ന് സൗദിയിലെ മലയാള മിഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു. 2023 ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു. ഇതിന് സമാനമാണ് വീണ്ടും ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഈ മാസം 16 തുടക്കമാവുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ബഹ്റൈനിലായിരുന്നു ആദ്യ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. പ്രവാസികൾക്കായി നിരവധി പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് സന്ദർശിക്കാൻ പദ്ധതിയിട്ടത്. രാവിലെ എത്തുന്ന മുഖ്യമന്ത്രിക്ക് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കുമെന്നും പ്രഖ്യാപനങ്ങളെത്തി. രാത്രി 8 മണിക്കായിരുന്നു ബഹ്റൈനിലെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. 17 മുതൽ 19 വരെ 3 ദിവസത്തെ സൗദി അറേബ്യയിലെ പര്യടനം. മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ സജ്ജമാക്കിയിട്ടുള്ള മലയാള മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാള ഉത്സവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നൊക്കെയും അറിയിച്ചിരുന്നു. 17 ദമാമിലും 18 ജിദ്ദയിലും 19 റിയാദിലും പരിപാടികൾ നിശ്ചയിച്ചു. 24-25 തീയതികളിലായിരുന്നു ഒമാനിലെയും സന്ദർശനം. മസ്കത്തിലെയും സലാലയും പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. നവംബർ 9 UAE തലസ്ഥാനമായ അബുദാബിയിൽ നടക്കുന്ന പരിപാടിയോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് സമാപനമാകുമെന്നുമായിരുന്നു അറിയിപ്പ്. പൊതുപരിപാടികൾക്ക് പുറമെ വിവിധ പ്രവാസി സംഘടനകളുമായും ലോക കേരള സഭാംഗങ്ങളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താനും പദ്ധതിയിട്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്.